ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ രാവിലെ ഒരു 4 മണിയായപ്പോഴേക്ക് എഴുന്നേറ്റു. ഇന്നത്തെ ദിവസം ഇത്തിരി ബിസി ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരമൊന്നും വെളുത്തിട്ടില്ല. അങ്ങനെ പുറത്തൊക്കെ പോയി നിന്ന് കുറച്ച് നേരം നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ മഴ ചാറ്റലടിക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് തുള്ളി തുള്ളി വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർക്ക് തിരിച്ചു പോവാണ്. ഏകദേശം 1 വർഷം കൊച്ചിയിൽ നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കൊച്ചിയിലത്തെ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമ്മൾ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നിന്നപ്പോൾ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ ഇന്നാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ചാർജില്ല. അപ്പോൾ വണ്ടി ചാർജ് ചെയ്യാൻ വെക്കുകയാണ്. അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനങ്ങളും ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത്യാവശ്യം കിച്ചണിലെ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ നന്നായി മഴ പെയ്തതിൻ്റെ നല്ലൊരു ചാറ്റലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ യെല്ലോ കളർ കാണുന്നതാണ് ഒബ്ര മോൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒബ്ര മോളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യും നമ്മൾ. പിന്നെ അവിടുത്തെ ഫ്രണ്ട്സ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഈ വീടിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെയാണ് കൊണ്ടുപോയെന്ന് എനിക്ക് തന്നെ അറിയുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പല്ലൊക്കെ തേച്ച് രാവിലെ 7 മണിയാകുമ്പോഴേക്കും അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേഗം എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുറച്ച് അടുക്കളയിലെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ റേഡിയോ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ തലേ ദിവസത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 2 മണിയുടെ അടുത്തായിട്ടുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ക്ലീനാക്കാൻ നിന്ന് അവിടെ സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ അതൊക്കെ കഴുകി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെ പോയി കഴുകി വെക്കൽ എന്തായാലും നടക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് ക്ലീനാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഏകദേശം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൻ്റെ ആണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അല്ലാതെ അങ്ങനെ ഒരു കവറിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തപ്പി പിടിക്കാൻ നിൽക്കേണ്ടി വരും ഓരോന്നും. അങ്ങനെയാണ് എല്ലാതും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ സാധനങ്ങൾ ഓരോന്നിൻ്റെ ഓരോ കവറിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പം. അല്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മളെല്ലാം കൂടി അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ ഈ ഒരു ഗ്ലാസ് ജാർ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത്, അതെനിക്ക് മാഡം തന്നതായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക. അപ്പോൾ അവർക്ക് എടുത്തു കൊണ്ടുപോകാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോഴേക്കും ചേട്ടൻ എഴുന്നേറ്റുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ കുറച്ച് കാറിൽ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കാറിൽ ഫില്ല് ചെയ്യാൻ ഇതിലാവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേട്ടന് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കട്ടിലും സാധനങ്ങളൊക്കെ ഇറക്കുമ്പോൾ എന്തായാലും ഡോർ നമുക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വരാന്തയിലേക്ക് വെച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വെച്ച് ചായ കുടിക്കാനിരുന്നു രണ്ടുപേരും കൂടി. കട്ടൻ ചായ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കട്ടൻ ചായയൊക്കെ കുടിച്ച് അപ്പോഴേക്കും സിദ്ധു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 1 കൊല്ലമായിട്ടുണ്ടായിരുന്നു ഈ സമയത്തേക്ക് വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം പിന്നത്തെ ഞായറാഴ്ച ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒതുക്കലും പറക്കലൊക്കെ ആയ കാരണം നമുക്ക് വീഡിയോയുടെ അത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇൻസ്റ്റയിലെ കാര്യങ്ങൾ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്യേണ്ടത് അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സംസാരിച്ചിരുന്നു. അവിടെ നമ്മൾ 1 വർഷം ഏകദേശം കൊച്ചിയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ വന്നപ്പോഴുള്ള വിശേഷങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ എന്താ പറയുക, ആ ഒരു ഫീലിംഗ് നമ്മൾ 1 വർഷം ഒരു സ്ഥലത്ത് നിന്നിട്ട് പെട്ടെന്ന് മാറുക എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ ആ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളും കൂടി കാറിലൊക്കെ കയറ്റി ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഇന്ദിര കിച്ചണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 6 ഇഡ്ഡലി വാങ്ങിച്ചു, 2 പഴം പുഴുങ്ങിയത്, 2 മുട്ട, ഒരു പുട്ട്, അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് 110 രൂപയായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കാലത്തൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് നേരം പോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഉച്ചയോട് കൂടി നമ്മൾ പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മൾ പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണി ഉണ്ടായിരുന്നു. എല്ലാതും കെട്ടിപ്പറക്കി എടുത്ത് വെച്ച് വണ്ടിയിലൊക്കെ കയറ്റി വന്നപ്പോഴേക്കും ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴും ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ച് നമ്മൾ കഴിക്കുക ചെയ്തത്. അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്കിലെ മീനൊക്കെ ക്ലീനാക്കി അതിനൊക്കെ ക്ലീനാക്കി ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്തു. കല്ലും അതൊക്കെ സെപ്പറേറ്റ് എടുക്കാമെന്ന് വെച്ചു. അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും ഡാമേജ് ആകും. അപ്പോൾ ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാക്കിയിട്ട് മീനെ അതിലേക്കാക്കി വെച്ചു. കല്ലൊക്കെ കഴുകി ക്ലീനാക്കിയിട്ട് വേറൊരു കവറിലാക്കി എടുത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ അനുചേട്ടനും മണിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോണത്. മണി വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളിലേക്ക് കിടന്നത്. അങ്ങനെ ചൂടാവണമായിട്ട് മുന്നേ സാധനങ്ങളൊക്കെ വേഗം കയറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഇത്തിരി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് നമുക്ക് ഇത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവിടേക്ക് വണ്ടി കിടക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ വരെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ബെഡൊക്കെ എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർത്തി കൂട്ടാനാണുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെ ഇത് സെറ്റ് ചെയ്യും എന്നുള്ളൊരു ഇതിലാണ് അവർ നിൽക്കുന്നത്.
അലമാരിയും സാധനങ്ങളൊക്കെ ഇറക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ 3 പേരും ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുപോയി. ഇതെന്താണെന്നറിയോ, ഇത് അവിടെ ആ തോർത്തും കൊണ്ട് എടുത്ത് നിൽക്കുന്നത് അവിടുത്തെ ഒരു ബായിയാണ്, അവിടെ പണിക്ക് വന്നതാ. ആളുടെ ബാഗും കൂടി അവർ അതിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ച്. എന്തോ ഒരു ഭാഗ്യത്തിന് അത് ഇത്തിരി അടുത്തായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അഞ്ചാട്ടൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പി എടുക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം കെട്ടി കഴിഞ്ഞപ്പോഴാണ് ആളുടെ ബാഗ് അന്വേഷിച്ച് വന്നത്. അങ്ങനെ എങ്ങനെയൊക്കെ അതിൻ്റെ ബാഗ് എടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ കെട്ടിയത് മുഴുവൻ അഴിക്കേണ്ടി വന്നേനെ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. കറക്റ്റ് ഒരു വർഷത്തിൻ്റെ അടുത്ത് നമ്മളിവിടെ താമസിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ഓർമ്മകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സ്കൂളിലായാലും PTA, അവിടുത്തെ ഫ്രണ്ട്സ്, പിന്നെ ഇവിടുത്തെ അഞ്ചുമന അമ്പലം, അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യും എന്തായാലും. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ താക്കോലൊക്കെ കൊടുത്തു നമ്മൾ ഇറങ്ങാണ്. ഞങ്ങൾ കാറിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.